ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളുടെ സങ്കടം കണ്ട് സത്യ ശ്യാമ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സിറ്റൗട്ടിനരികിലേക്ക് പപ്പിയെയും കൂട്ടി സത്യമോള് എത്തുന്നു. ആ സമയത്ത് ശാലിനിയും സത്യയും അവിടെ ശ്യാമയും കൂടി ആകെ വിഷമിച്ചു നിൽക്കുന്ന കാഴ്ച സത്യ പപ്പിമോളെ കാണിച്ചു കൊടുത്തു. അത് കണ്ടതോടെ പപ്പി ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ ശാലിനി പോലീസ് ഡിപ്പാർട്ട്മെന്റിലും മറ്റും പപ്പിമോളെ കാണാനില്ല എന്നുള്ള വിവരം വിളിച്ചറിയിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ തനിക്കറിയാവുന്ന സുഹൃത്തുക്കളോട് വിവരങ്ങൾ പറയുവാനായി ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി. അങ്ങനെ ശ്യാമ ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ ശാരദാമ്മ വേഗം ശ്യാമയ്ക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് അരികിലേക്ക് എത്തി. ശ്യാമയ്ക്ക് വെള്ളം കൊടുത്തതും പപ്പിയെ വിളിച്ചിട്ട് സത്യ ചോദിച്ചു, ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ, ഇപ്പൊ നിനക്ക് സത്യം മനസ്സിലായല്ലോ എന്ന് ചോദിച്ചതും ആയി എന്ന് പപ്പി തലകുലിക്കലും സത്യ പപ്പിയെയും വിളിച്ച് നേരെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് മക്കളുടെ ആശങ്കയെല്ലാം കണ്ട് ശാരദാമ്മയും വല്ലാത്ത ടെൻഷൻ അടിക്കുമ്പോൾ സത്യയും പപ്പിയും നേരെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ശാലിനി പോലീസുകാരോട് പറഞ്ഞത്, ഇത് വെറും കളക്ടറുടെ ഓർഡർ മാത്രമല്ല, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്തിയേ തീരൂ. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കണം. എല്ലാ CCTV ഫൂട്ടേജുകളും പരിശോധിച്ചിരിക്കണം. ഇന്ന് പകൽ സമയത്തുള്ളതെല്ലാം കുട്ടി സ്കൂൾ ബാഗുമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് ശാലിനി കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകുന്നു. ഞാൻ ഉടനെ എത്താം, എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ശാലിനി അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് കേട്ട ശ്യാമ ആശങ്കയോടെ നോക്കി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എല്ലാവരും അന്വേഷണം തുടരുന്നുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ അന്വേഷണം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവും തീർച്ച എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ശ്യാമയെ ശാലിനി ആശ്വസിപ്പിക്കുമ്പോൾ പുറത്തിറങ്ങിയ ഗോപാലകൃഷ്ണൻ വേഗം അകത്തേക്ക് എത്തി. ശാരദേ, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചിറങ്ങാം. മോള് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അമാന്തം വിചാരിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മോളെ, പോലീസുകാരുടെ അന്വേഷണം ഒരു വഴിക്ക് നടന്നോട്ടെ. നമുക്കത് വിചാരിച്ചുകൊണ്ടും ആശ്വസിച്ചും വീട്ടിലിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടേതായ ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണല്ലോ. എന്തായാലും എനിക്കും ചില ബന്ധങ്ങൾ ഈ നാട്ടിലില്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിലും ഞാൻ അന്വേഷിച്ചു നോക്കാം. കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എത്രയും വേഗം തന്നെ കുട്ടിയെ കണ്ടെത്താമെന്ന വിശ്വാസത്തിലാണ് ഞാൻ. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വേഗം മടങ്ങിയെത്താം. എന്തായാലും ശാരദേ, നീ വാതിലടച്ചോ, ഞാൻ വേഗം പോയി കാര്യങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാമ ആ വാക്കുകളെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഉടനെ ശാലിനി ശ്യാമയുടെ അരികിലേക്ക് എത്തി ശ്യാമയെ ആശ്വസിപ്പിച്ചു. എടി മോളെ, നീ ഒന്ന് സമാധാനപ്പെട്, ഉടനെ തന്നെ നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താം എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനപ്പെടുത്തുമ്പോൾ ഇതെല്ലാം ആ ജനലിനരികിൽ നിന്ന് കണ്ട സത്യ വേഗം തന്നെ റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് എത്തി സത്യയുടെ ആ വരവ് കണ്ട് നോക്കിയിരുന്ന പപ്പി സത്യയുടെയും പപ്പിയുടെയും ആശ്വാസം എത്രയും വേഗം തന്നെ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം മുടങ്ങുമെന്നുള്ള ആ ഒരാശ്വാസത്തിൽ കുട്ടികളിരുന്നു. പിന്നീട് ശാരദാമ്മയുടെ മടിയിൽ കിടന്ന് അല്പനേരത്തേക്ക് ആശ്വാസത്തോടെ തലചായ്ച്ചു കിടക്കുന്ന ശ്യാമയുടെ മുടി തലോടിക്കൊണ്ട് ശ്യാമ പറഞ്ഞ വാക്കുകൾ ഓർത്തു. സത്യാമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും പപ്പിമോളെ കാണാനില്ല എന്നുമുള്ള ശ്യാമയുടെ വാക്കുകൾ ഓർത്ത് ശാരദാമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ശാലിനി അപ്പോഴേക്കും അകത്തേക്ക് എത്തിയത്. സത്യാമ്മ ശാലിനി വീട്ടിൽ നിന്ന് പുറത്താക്കിയതുപോലെ ശ്യാമയും പുറത്താക്കിയതോർത്ത് ശാരദാമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശാലിനി റൂമിലേക്ക് എത്തി. എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണമ്മേ. ഉടനെ തന്നെ വിവരം കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു. ശാരദാമ്മ മടിയിൽ തല ചായച്ചു കിടക്കുന്ന ശ്യാമയെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനി ആ ബെഡിനരികിലേക്ക് ഇരുന്നു. ഉടനെ തന്നെ ശാരദാമ്മയുടെ ഇടത് മടിത്തട്ടിലേക്ക് ശാലിനിയും തല ചായച്ചു. അങ്ങനെ രണ്ടു മക്കളും തന്റെ രണ്ട് മടിത്തട്ടിലായി തല ചായച്ചു കിടക്കുന്ന കണ്ട് ശാരദാമ്മ ചോദിച്ചു, എന്താടി ഇപ്പൊ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, എന്തോ അങ്ങനെ തോന്നിയമ്മേ. ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു സമാധാനം, അത് മറ്റെങ്ങും ഉണ്ടാവില്ല എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു, അതേ കുഞ്ഞേച്ചി, ഞാനും അത് തന്നെയാ ചിന്തിച്ചത്. പണ്ട് കുഞ്ഞേച്ചിയും ഞാനും വലിയേച്ചിയും കൂടി അമ്മയും കെട്ടിപ്പിടിച്ച് നമ്മൾ 4 പേരും ഒന്നിച്ചല്ലേ കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ 4 പേരും 4 വഴിക്കായി എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, എങ്കിലും ശാരികയുടെ ജീവിതം
അവള് സമാധാനത്തോടെ ജീവിക്കുന്നു എന്നൊരാശ്വാസമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു നിലയിലും സമാധാനത്തിന്റെ വക്കിലേക്ക് എത്താതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാരദാമ്മ രണ്ടു മക്കളുടെയും ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ആദ്യം മാത്രമാണെന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുമ്പോൾ ശ്യാമയും ശാലിനിയും അത് കേട്ടുകൊണ്ട് ശാലിനി പറഞ്ഞു, അമ്മേ, കുഞ്ഞേച്ചിയുടെ ജീവിതവും ശാരികേച്ചിയുടെ ജീവിതവും എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് കുഞ്ഞേച്ചി ഇപ്പോൾ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല കാലം ഉണ്ടാകും അമ്മേ. എല്ലാവരുടെയും സങ്കടങ്ങളും തീരും. ഞങ്ങൾക്കും ഈ ദുരിതങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്കും ഉണ്ടാകും അമ്മേ. അല്ലേ ശ്യാമേ എന്ന് ചോദിച്ചതും, അതേ കുഞ്ഞേച്ചി, ഞാനും അത് തന്നെ ആലോചിച്ചത് എന്ന് ശ്യാമ പറഞ്ഞു. ഉടനെ ശാരദാമ്മ പറഞ്ഞു, ആ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ആ പ്രതീക്ഷയും ആഗ്രഹത്തിനും ഒപ്പം വളരെ ആത്മാർത്ഥമായും അത്രമേൽ ആത്മാർത്ഥമായും തീവ്രമായും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് തീർച്ചയായും നടപ്പിലാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ മേൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ എൻ്റെ പ്രാർത്ഥന കൂടിയാകുമ്പോൾ തീർച്ചയായും മക്കളെ, നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാകും, നടന്നിരിക്കും തീർച്ച എന്ന് ശാരദാമ്മ രണ്ടു മക്കളോടുമായി അറിയിച്ചു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് മയങ്ങിക്കോ. അച്ഛൻ പപ്പിമോളെ അന്വേഷിച്ച് പോയിരിക്കുകയല്ലേ. അച്ഛൻ മടങ്ങിയെത്തുമ്പോൾ മോളുമായിട്ട് വരും. അതുവരെ നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് ശാരദാമ്മ രണ്ടു മക്കളോടും പറഞ്ഞു. പിന്നീട് പപ്പിയും സത്യയും കിടന്നുറങ്ങുന്ന നേരത്ത് പപ്പി മോള് ഉറങ്ങാതെ കണ്ണു തുറന്ന് കിടക്കുന്നത് കണ്ട് സത്യ ചോദിച്ചു, എന്തു പറ്റി പപ്പി, എന്താ ഉറങ്ങാത്തത് എന്ന് അന്വേഷിച്ചതും പപ്പി പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണടിക്കുമ്പോൾ അമ്മയുടെ കാര്യം ഓർമ്മ വരുന്നത് എന്ന്. പപ്പിയുടെ വാക്കുകൾ കേട്ടതും സത്യ പറഞ്ഞു, അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ബിഗ് ഫ്രണ്ടിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാനും ഇതിനെല്ലാം കൂടെ നിൽക്കുന്നത്. ബിഗ് ഫ്രണ്ടിന്റെ സങ്കടം കാണാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാനും ഇതിനെല്ലാം പപ്പിയോടൊപ്പം നിന്നതെന്ന് പറഞ്ഞു. അത് കേട്ടതും പപ്പി മനസ്സിൽ പറഞ്ഞു, സത്യയെ നിന്നോട് പറയാതിരിക്കുന്നത് എങ്ങനെയാ? സത്യത്തിൽ നിന്നോട് പറയാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിനക്ക് വേണ്ടി കൂടിയാ സത്യയെ ഞാനിപ്പോ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. ഇനി വിഷ്ണു അച്ഛൻ്റെയും ആ കാർത്തികാന്റെയും വിവാഹം നടക്കാതിരിക്കേണ്ടത് എനിക്ക് മറ്റെന്തിനേക്കാളും ഒരു ആവശ്യമായി മാറിയത് നിന്നെ ഓർത്തപ്പോഴാ. നിനക്ക് വേണ്ടി കൂടി, അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സത്യയെ നോക്കി പപ്പി ഇരുന്നു. അപ്പോഴും സത്യ ഉറങ്ങിയെന്ന് മനസ്സിലായതോടെ സത്യയെ പപ്പി ഒന്ന് വിളിച്ചു. സത്യയെ, നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ടും സത്യ മറുപടിയൊന്നും പറയാറായതോടെ സത്യ ഉറക്കമായെന്ന് മനസ്സിലാക്കിയ പപ്പിയും എന്നാ ഞാനും ഉറങ്ങുക എന്ന് പറഞ്ഞ് കണ്ണടച്ചു കിടന്നു. അങ്ങനെ പപ്പിയും സത്യയും ഉറക്കത്തിലായി. ഈ സമയത്ത് ഗോപാലകൃഷ്ണനും അവിടെ നിന്ന് കുഞ്ഞിനെ അന്വേഷിച്ച് പുറപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ശാലിനിയും ശ്യാമയും ശാരദാമ്മയുടെ മടിയിൽ കിടന്നു മയങ്ങി. പിറ്റേന്ന് രാവിലെ ശാരദാമ്മ സത്യയുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. മോളെ സത്യയെ, എഴുന്നേറ്റേ, വാതിൽ തുറന്നേ എന്ന് പറഞ്ഞ് ശാരദാമ്മ വിളിക്കുന്ന ശബ്ദം സത്യ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അപ്പോഴേക്കും ശാരദാമ്മയാണെന്ന് കണ്ടതോടെ കൂടെ കിടന്നുറങ്ങുന്ന പപ്പിയെ വേഗം വിളിച്ചുണർത്താൻ ശ്രമിച്ചു സത്യ. അപ്പോഴേക്കും പപ്പി ആകെ ചിനുങ്ങിക്കൊണ്ട് എഴുന്നേരതും സത്യ പറഞ്ഞു, പപ്പി, ഇത് ശാരദാമ്മ വന്നു. അത് കേട്ടതും പപ്പി പറഞ്ഞു, എനിക്ക് ചായ വേണം. അത് കേട്ട ഉടനെ സത്യ പറഞ്ഞു, ചായയൊക്കെ കൊണ്ടുവരാം, നീ തൽക്കാലം വേഗം എഴുന്നേറ്റേ, ദാ അപ്പുറത്ത് മാറിയിരിക്കുക, ആരും കാണാതെ അവിടെ ഒളിച്ചിരിക്കണേ, അവിടെ ശാരദാമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സത്യ പറഞ്ഞത് കേട്ട് പപ്പിക്ക് പെട്ടെന്ന് ബോധം തെളിയുകയും പപ്പി വേഗം എഴുന്നേറ്റ് തന്റെ ബാഗുമായിട്ട് കട്ടിലിന്റെ പിന്നിലായിട്ട് ഒളിച്ചിരുന്നു. ഈ സമയത്ത് ശാരദാമ്മ വീണ്ടും വിളിച്ചു, ഇനി മോളെ, നീ എഴുന്നേറ്റില്ലേ, വേഗം വാതിൽ തുറന്നേ എന്ന് പറഞ്ഞ് ശാരദാമ്മ ബഹളം വെച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, ദാ വരുന്നു ശാരദാമ്മേ എന്ന് പറഞ്ഞ് വേഗം വന്ന് ശാരദാമ്മ വിളിക്കുന്നത് കേട്ട് സത്യ വാതിൽ തുറന്നു. ശാരദാമ്മ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മുന്നിൽ നിന്നുകൊണ്ട് സത്യ ചോദിച്ചു, എന്താ ശാരദാമ്മേ, എന്തിനെങ്ങനെ ബഹളം വെച്ചത്? അപ്പോഴേക്കും സത്യയോട് ശാരദാമ്മ ചോദിച്ചു, അത് ശരി, ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ട് എന്നോട് ചോദിക്കുകയാണല്ലേ എന്തിനാ, അപ്പൊ ഇന്ന് സ്കൂളിലൊന്നും പോകുന്നില്ലേ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, ശാരദാമ്മേ, ഇന്നലെ ഹോംവർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയത് എന്ന് സത്യ കളവ് പറഞ്ഞതും ശാരദാമ്മ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മുഖം കണ്ടാൽ അറിയാം, നല്ല ക്ഷീണമുണ്ട്, ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യ ശാരദാമ്മ പിടിച്ചു നിർത്തി. അതെന്തിനാ ശാരദാമ്മ പോലീസുകാരെ പോലെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, അതെ, ഷീറ്റ് മാറ്റണ്ടേ അതിനാ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ഷീറ്റൊന്നും ഇപ്പൊ മാറ്റണ്ട,
അതെ, ശാരദാമ്മ വന്നേ, എനിക്ക് ചായ വേണം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, ആ അതാണോ, നേരെ അടുക്കളയിലേക്ക് ചെല്ല്, അമ്മ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും വീണ്ടും സത്യ ശാരദാമ്മയെ പിടിച്ചു നിർത്തി. ശാരദാമ്മേ, എനിക്ക് അമ്മ ഇട്ട് തരണ്ട, ശാരദാമ്മ തന്നാ മതി ചായ. ശാരദാമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശാരദാമ്മ സത്യയെ നോക്കി ചിരിച്ചു. അമ്പടി, ശരി എന്നാ വാ എന്ന് പറഞ്ഞ് സത്യയെ വിളിച്ചുകൊണ്ട് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ പപ്പിമോള് അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കി. ഉടനെ സത്യ പപ്പിമോളെ തന്റെ കൈവിരൽ ഉയർത്തിക്കാട്ടി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതും സത്യയുടെ ആ വാക്കേട്ട് പപ്പിയും തലകുലുക്കി. പിന്നീട് ശാരദാമ്മ സത്യമോളെ എന്ന് വിളിച്ചതും ദാ വരുന്ന ശാരദാമ്മ എന്ന് പറഞ്ഞ് സത്യവേഗം ശാരദാമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ഈ സമയത്ത് ശാരദാമ്മയുടെ അരികിലേക്ക് സത്യ പോകുമ്പോൾ അവിടെ വിഷ്ണുവും രോഹിത്തും കൂടി രാവിലെ തന്നെ പപ്പിമോളെ അന്വേഷിച്ച് രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഓരോ ആളുകളെയും കാണുന്ന വഴിയോരത്ത് കാണുന്ന ഓരോരുത്തരുടെയും അരികിൽ ചെന്ന് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഫോട്ടോ കാട്ടി ഈ കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവിടെയെങ്കിലും വെച്ച് കുഞ്ഞിനെ കണ്ടില്ല എന്ന മറുപടി കേട്ടതോടെ രോഹിത് ആകെ നിരാശയിലായി. ഇനിയിപ്പോ എന്ത് ചെയ്യും ബ്രോ എന്ന് ചോദിച്ച് രോഹിത് സങ്കടപ്പെടുമ്പോൾ വിഷ്ണു രോഹിത്തിനെ സമാധാനപ്പെടുത്തി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല, നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ സമാധാനപ്പെടുത്തുന്നു. വീണ്ടും ആകെ നിരാശയോടെ രോഹിത് വിഷ്ണുവിനോടൊപ്പം കാറിൽ അങ്ങനെ യാത്ര ചെയ്തു. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ശാരദാമ്മയുടെ വീട്ടുപടിക്കലേക്ക് ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ട് ശാരദാമ്മ വേഗം അരികിലേക്ക് എത്തി. ഗോപാലേട്ട, എന്തായി, കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ കുഞ്ഞെവിടെ എന്ന് പ്രതീക്ഷയോടെ വന്ന ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മോളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇന്നലെ മുഴുവൻ ഞാൻ അന്വേഷിച്ചു. പിന്നെ അവിടെ ചേരിയിൽ പുതിയതായിട്ട് കുറച്ച് നാടോടികൾ വന്നിട്ടുണ്ട്. അവരവിടെ താവളം ഉറപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്ത് നിന്നും ഞാൻ ഉറക്കത്തിൽ അവരെ വിളിച്ചുണർത്തി ചോദ്യം ചെയ്തു. അവരെ എല്ലാവരെയും വിളിച്ചുണർത്തി നോക്കി. പക്ഷെ അവരുടെ അരികിലൊന്നും കുഞ്ഞുങ്ങൾ ചെന്നിട്ടില്ല. അവരെ ചോദ്യം ചെയ്യുകയും അവരെ സംശയത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ചോദ്യം ചെയ്തപ്പോഴും അവരുമായിട്ട് വാക്ക് തർക്കവും ബഹളവും വരെ ഉണ്ടായി. പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല എന്ന് ഗോപാലകൃഷ്ണൻ സങ്കടത്തോടെ പറഞ്ഞു. ഉടനെ ശാരദാമ്മ ചോദിച്ചു, ഗോപാലേട്ട, ഇനി മോൾ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടും ഇത്രയും നേരമായിട്ടും മോളെ കുറിച്ചൊരു വിവരവും അവർക്കും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അവിടുന്ന് പൊന്നിയെങ്കിലും വിളിച്ചേനെ എന്ന് ശാരദാമ്മ സത്യാമ്മയുടെ വീട്ടുകാരെ കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷനോടെ പറഞ്ഞു, ഇത്രയും നേരമായിട്ടും മോളെ കുറിച്ച് ഒരു വിവരം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് പരിചയമുള്ള 5-6 ആളുകൾ കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റെല്ലാവരോടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ മോളെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാ സത്യം എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് അപ്പുറത്ത് നിന്ന ശ്യാമ വാതിക്കലേക്ക് എത്തിയ ശ്യാമ, അയ്യോ എൻ്റെ മോള് എന്ന് നിലവിളിച്ചു. ഉടനെ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയും കൂടി ശ്യാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോളെ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ദിവസം മുഴുവൻ കാണാതായ കൊല്ലത്ത് ഒരിടത്ത് ഒരു ദിവസം മുഴുവൻ കുഞ്ഞിനെ കാണാതായിട്ട് പിറ്റേന്ന് വൈകുന്നേരം ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തിരികെ കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞു. ഉടനെ അല്ല, ശാലിനി എവിടെ എന്ന് ശാരദാമ്മയുടെ ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചു. ശാലിനി രാവിലെ തന്നെ പോയി. ഇന്ന് എന്തോ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ശാലിനിയും പോയി. ഇന്നലെ വൈകിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഞങ്ങൾ എന്ന് ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് അറിയിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി പോയെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞേച്ചിയുടെ നിവൃത്തികേട് കൊണ്ട് കുഞ്ഞേച്ചി പോയത്, അല്ലാതെ കുഞ്ഞേച്ചിക്ക് മനസ്സുണ്ടായിട്ടല്ല. ആ മനസ്സ് മുഴുവൻ നീറിപ്പുകയുന്നത് എനിക്കറിയാം. എന്തായാലും കുഞ്ഞേച്ചി ഒരു അമ്മയല്ലേ എന്ന് വിഷമത്തോടെ ശ്യാമ പറഞ്ഞു. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതങ്ങനെയാ മോളെ, ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനും നമുക്ക് ശ്രദ്ധ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അതിനെ മാറ്റിവെക്കാനോ കഴിയില്ല. അതാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലേക്ക് വന്നാലുള്ള പ്രശ്നം എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. അതെല്ലാം കേട്ട് ശ്യാമ ആകെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, ഈ ഒരു സാഹചര്യത്തിൽ ശ്യാമയെ നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, അവിടെയാ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു, ഗോപാലേട്ടൻ എന്താ ഈ പറയുന്നത്? അവിടുന്ന് സത്യാമ്മ ഇറക്കി വിട്ടതാണെന്നല്ലേ ഇവൾ പറഞ്ഞത്. പിന്നെ ഇവളെ അവിടെ പോയി നിർത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? നമ്മുടെ ശാലിനിമോളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയാണ്. 5-6 വർഷക്കാലം അവൾ വിഷ്ണുവിന്റെ അരികിൽ നിന്ന് മാറി നിന്നാണ്. എന്നാൽ ശ്യാമയുടെ കാര്യം അങ്ങനെയല്ല. നാട്ടുകാരറിയേ എല്ലാവരും അറിഞ്ഞ് വിവാഹം കഴിച്ച് കൊണ്ടുപോയതാണ് ശ്യാമയെ. ആ നിലയ്ക്ക് ശ്യാമയും രോഹിത്തും തമ്മിലുള്ള ബന്ധവും അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനിയും അമാന്തത്തിന്റെ ആവശ്യമില്ല. എത്രയും വേഗം ഇവർ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന്
ഉടനെ സത്യാമ്മയോട് ചോദിച്ചേ പറ്റൂ. സത്യാമ്മയ്ക്ക് ഈ ഗോപാലകൃഷ്ണന്റെ സ്വഭാവം ശരിക്കറിയില്ല. രോഹിത്തിനെ വിവാഹം കഴിച്ച നാൾ മുതൽ ശ്യാമ രോഹിത്തിന്റെയും ആ വീട്ടിലെയും കാര്യങ്ങൾ നോക്കിയും കണ്ടുമാണ് അവിടെ നിന്നിരുന്നത്. അല്ലാതെ മറ്റൊരു തെറ്റും അവളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരച്ഛൻ എന്ന നിലയിൽ എന്റെ മകളുടെ മേൽ യാതൊരു തെറ്റുകളും ഇല്ല എന്നുള്ള കാര്യം അവരുടെ മുഖത്ത് നോക്കി പറയേണ്ടത് എന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇവളെയും കൂട്ടി പോകും. ഇവൾ ഈ സമയത്ത് നിൽക്കേണ്ടത് പപ്പിമോളെ കാണാത്ത ഈ സാഹചര്യത്തിൽ അവിടെയാണ് കഴിയേണ്ടത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയെ വിളിച്ചുകൊണ്ട് പോകാൻ ഇറങ്ങുന്നു. ഇപ്പൊ തന്നെ ഇവൾ ഇവിടെ നിന്ന് പോകണം, വാ ശ്യാമേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ബലമായി ശ്യാമയുടെ കയ്യിൽ കടന്നു പിടിച്ച് ശ്യാമയെ വിളിച്ചുകൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ ശാരദാമ്മ ഗോപാലട്ട നമുക്കൊന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇനിയൊന്നും ആലോചിക്കാനില്ല ശാരദേ, അവർക്ക് എന്ത് നെറുകേടും കാണിച്ചു കൂട്ടാമെന്നതല്ലോ. അതുകൊണ്ട് നിയമപരമായി പോയാൽ നമുക്ക് തന്നെ അനുകൂലമാവുകയുള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ട് എന്തായാലും ഞാൻ ശ്യാമയെ ഇപ്പോൾ തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയും പിടിച്ചുകൊണ്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങുന്നു.